ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താണ് നമ്മുടെ മിഡ് ക്യാപ്പിൻ്റെ ഫൈനൽ എക്സ്പയറി ആയിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് മിഡ് ക്യാപ്പ് എക്സ്പയറി കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയും എല്ലാത്തിൻ്റെയും എന്താണ് നാളെ ഇനി ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ട്. അത് കഴിഞ്ഞിട്ടെല്ലാം നമ്മുടെ എക്സ്പയറി വരുന്ന എല്ലാം മന്ത്ലി എക്സ്പയറീസാണ് വരുന്നത്. ഓക്കെ, മന്ത്ലി എക്സ്പയറി ആണ്. അപ്പോൾ ഇന്ന് മിഡ് ക്യാപ്പിൽ എന്താണ് വന്നത്? ഇന്ന് മിഡ് ക്യാപ്പിൽ ഒരു കൺസോൾട്ടേഷൻ തന്നെയാണ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് എല്ലാ ഇൻഡെക്സിൻ്റെയും ഏകദേശം നമുക്കൊരു അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം കമ്മിങ് വീക്കിൽ, അല്ലെങ്കിൽ ഒരു വീക്ക്ലി റിവ്യൂ പോലെ. ഇപ്പോൾ നാളത്തെ മാർക്കറ്റിൻ്റെ ഒരു അനാലിസിസ് അല്ല, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് മൊമെൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മിഡ് ക്യാപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. മിഡ് ക്യാപ്പ്. ഓക്കെ, മിഡ് ക്യാപ്പിൽ നമുക്ക് ഒരു കാര്യം നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇത് നമുക്ക് എന്താണ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം, BOS അല്ലേ. അതായത് ഇതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ അതായത് ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഡൗൺ ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ട്രെൻഡ് ചേഞ്ച് ആകണം എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ പറയുന്നത് 1 hour ടൈം ഫ്രെയിമിൽ ആ ഒരു ട്രെൻഡ് ചേഞ്ച് ആകണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു ഹൈ അതായത് 12,726, അതായത് 12,726 എന്ന് പറയുന്ന ആ ഒരു ലെവൽ ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് മാർക്കറ്റിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് വരും. ഓക്കെ, അപ്പ് സൈഡിലേക്കുള്ള ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാര്യങ്ങളും വരും. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താണ് മാർക്കറ്റിൽ ഒരു അപ്പ് ട്രെൻഡും കാര്യങ്ങളും ആയിരിക്കും. അതായത് അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത് നല്ലൊരു പഴയ മാർക്കറ്റിൽ സംഭവിക്കുന്ന പോലത്തെ ഒരു ബുള്ളിഷ്നെസ് അല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ഒരു അപ്പ് ട്രെൻഡ്, അതായത് ഒരു അപ്പ് ട്രെൻഡ് സൈഡ് വേസ് ആയിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മിഡ് ക്യാപ്പിന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത്. പിന്നെ അത് കൂടാതെ മിഡ് ക്യാപ്പിൽ നമുക്ക് വന്നേക്കുന്ന ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, ഇത് നമുക്ക് 1 hour പാറ്റേൺ ആണ്. 1 hour. ഓക്കെ, 1 hourൽ നോക്കുമ്പോഴത്തേക്കിന് മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചേക്കുന്നത്, മാർക്കറ്റിൽ ഒരു ട്രയാങ്കുലർ പാറ്റേൺ ആണ്. അതായത് നമ്മൾ ഇത് അപ്പ് സൈഡിലാണെങ്കിൽ ഒരു അപ്പ് സൈഡ് ഫ്ലാഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയും. ഓക്കെ, ഇത് ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് ഒരു ഡൗൺ സൈഡ് ഫ്ലാഗ് എന്നാണ് നമുക്കിതിനെ പറയുന്നത്. ഓക്കെ, ആസ് പെർ പ്രൈസ് ആക്ഷൻ നമ്മുടെ ഇതിൻ്റെ ഒരു മീനിങ് എന്താണ്, ഓക്കെ, ഇതിൻ്റെ ഒരു മീനിങ് എന്താണ്, ഈ ഒരു ചാനലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ട് എങ്ങോട്ടായിരിക്കും എന്നാണ് നമ്മൾ ആ ഒരു ട്രെൻഡ് ലൈനിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആ ഒരു ട്രെൻഡ് ലൈനിൽ നമുക്ക് വന്നേക്കുന്നത്, ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, നമുക്കപ്പം ആ ഒരു ട്രെൻഡ് ലൈനും കാര്യങ്ങളും വന്നേക്കുന്നത് ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ ട്രെൻഡ്. ഓക്കെ, കാരണം മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് വന്നു. ഓക്കെ, ഡൗൺ ട്രെൻഡിലോട്ട് വന്നു, ആ ഒരു പാറ്റേൺ ഫോമായി. എന്നിട്ട് അവിടെ നിന്നൊരു ഡൗൺ ട്രെൻഡിലോട്ട്. ഓക്കെ, ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂസ്. അപ്പം ഈ ഒരു പാറ്റേൺ ആണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യണം. ഇപ്പോൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഒരു ഡൗൺ ട്രെൻഡാണ്. ഡൗൺ ട്രെൻഡിൽ നമുക്ക് എന്താണ് ഒരു ട്രയാങ്കുലർ പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഇനി മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, അതിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു ട്രെൻഡിലെല്ലാം കിടക്കുന്ന ആ ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇവിടുന്ന് ഒന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടുന്ന് സെല്ല് ചെയ്യും. ആൾക്കാർ സെല്ല് ചെയ്യുമ്പോഴുള്ള ആ ഒരു എന്താണ് സ്റ്റോപ്പ് ലോസസ് ആണ് ഇവിടെ എല്ലാം കിടക്കുന്നത്. ഓക്കെ, സെയിം എന്താണ് മാർക്കറ്റിൽ കിടക്കുന്നത്, ഈ ബൈ ഇവിടുന്ന് ഈ ഒരു ഡൗൺഫാൾ ആ ഒരു ട്രെൻഡ് ലൈനിൽ കിടക്കുമ്പോഴത്തേക്കും ആൾക്കാർ എന്താണ് ഇവിടുന്ന് ഒന്ന് ബൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ബൈ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് എല്ലാവരും സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിലാണ് കിടക്കുന്നത്. അപ്പം ഈ ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഫുൾ ഓഫ് നല്ല ലിക്വിഡിറ്റീസ് ഉള്ള ഒരു പോയിൻ്റാണ്, അല്ലെങ്കിൽ നല്ല ലിക്വിഡിറ്റി ഉള്ള ഒരു ലെവലാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ അല്ലെങ്കിൽ ഈ ഒരു ലെവൽ. ഓക്കെ, ഇത് രണ്ടും മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ഓക്കെ, ഇതാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ, അതായത് ഒരു 1 minute അല്ലെങ്കിൽ 3 minutes പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കൊരു അപ്പ് സൈഡിലോട്ടൊരു ട്രേഡ് എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളെ ഒന്ന് ട്രാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടുന്ന് വന്നിട്ട് ഇവിടുത്തെ ലിക്വിഡിറ്റി എല്ലാം കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വരാൻ ഹൈ പ്രോബിലിറ്റിയാണ്. ഓക്കെ, പിന്നെ വേറൊരു പോസിബിലിറ്റി എന്താണ് മാർക്കറ്റിൽ വന്നേക്കുന്നത്, നമ്മുടെ സെയിം, അതായത് ഈ ഒരു ഏരിയ നിന്ന് ബയ്യേഴ്സ് വന്ന് വരും, ബൈയിങ് എടുക്കും, എന്നിട്ട് എന്താണ് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോകും. അപ്പ് സൈഡിലോട്ട് പോകുമ്പോൾ എന്താണ് ഇവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേന് നോർമലി ആൾക്കാർ വിചാരിക്കുന്നതാണ് ഫോളാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും SL അല്ലെങ്കിൽ SL മുകളിൽ വെച്ചിട്ട് ആ ഒരു SLായിരിക്കും അവരുടെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ എന്താണ് നമ്മുടെ മിഡ് ക്യാപ്പ് കാര്യങ്ങളിലും ഈ ഒരു പാറ്റേൺ കാര്യങ്ങളും
ഒന്ന് നോക്കി വെച്ച് തരും. ഓക്കെ, അപ്പോൾ കമ്മിങ് വീക്കിൽ എന്താണ് ബ്രേക്ക് ഔട്ട് കാര്യങ്ങളെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ പാറ്റേൺസും എല്ലാം ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുള്ള ലെവൽസിന് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് IT സെക്ടർ. ഓക്കെ, IT സെക്ടറിൽ നോക്കുമ്പോഴത്തേക്കിന് ഇന്ന് നല്ലൊരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് അല്ലായിരുന്നു. ആക്ച്വലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ഡൗൺഫോൾ ആയിരുന്നു മാർക്കറ്റിൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡൗൺഫോൾ വന്നേക്കുന്നത് മാർക്കറ്റിൽ ഒന്നെങ്കിൽ ഇത് നമുക്കൊരു ഡിമാൻഡ് ബിൽഡപ്പാണ്. ഓക്കെ, ഇതൊരു ഡിമാൻഡ് ബിൽഡപ്പ്. ഈ ഒരു ഡിമാൻഡ് ബിൽഡപ്പ് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു 40,000 ഡിമാൻഡ് ബിൽഡപ്പ് ബ്രേക്ക് ആവുകയാണെങ്കിൽ നമുക്കൊരു കുറച്ചുകൂടെ ഡൗൺ സൈഡ് IT സെക്ടറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. IT സെക്ടറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സെയിം അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്താണ് ഇനിയും വരാൻ പോകുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്ന് ഇവിടുന്ന് അപ്സൈഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് മാർക്കറ്റിലൊരു അപ് ട്രെൻഡിലോട്ട് ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. IT സെക്ടറിൽ ഇപ്പോഴും സ്റ്റിൽ ബിയറിഷ് ട്രെൻഡ് അല്ല. കാരണം ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു ബിയറിഷ് ട്രെൻഡ് ആണെങ്കിലും മാർക്കറ്റിൽ എന്താണ് ഒരു ഡിസ്ട്രിബ്യൂഷനാണ് മാർക്കറ്റിൽ IT വന്നേക്കുന്നത്, IT ഇൻഡെക്സിൽ വന്നേക്കുന്നത്. ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ഏരിയ ഫുൾ എന്താണ് ഒരു കൺസോൾട്ടേഷനാണ്. ഇത് നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയാം. എന്നുകൊണ്ടാണ് 27 ഓഗസ്റ്റ് മുതൽ അതായത് ടിൽ ഇന്ന് വരെ നമുക്കിതൊരു ഡിസ്ട്രിബ്യൂഷനാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബ്രേക്ക് ചെയ്ത് അപ്സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെൻ്റ് ആയിരിക്കും നമ്മുടെ IT ഇൻഡെക്സിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനിയും സെയിം നമുക്കതുപോലെ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിവേഴ്സൽ സോൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റിവേഴ്സൽ സോൺ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. 23,200 to 23,300 അല്ലെ 350. ഈ ഒരു ലെവലിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് റിവേഴ്സൽ, അതായത് ഇവിടുന്ന് ഒരു ബൈയിങ് നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് ഒന്ന് ഈ ഒരു ലെവലിൽ നിന്ന് ബൈയിങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ എത്രയാണ് 24,537 എന്ന് പറയുന്ന ലെവലിന് എബോ വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്കൊരു അപ് ട്രെൻഡിലോട്ട് മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ ചേഞ്ച് ആവുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ് ട്രെൻഡിലോട്ട് ബിഹേവിയർ ചേഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ മാർക്കറ്റിൽ എന്താണ് നിഫ്റ്റി ആയതുകൊണ്ട് ഈ ഒരു ലെവലിൽ നാളെ ഇന്നൊരു സ്ട്രോങ് ക്ലോസിങ്ങിനോടൊന്നും അല്ല മാർക്കറ്റ് വന്നേക്കുന്നത്. ഇന്നൊരു നെഗറ്റീവ് ക്ലോസിങ് കാര്യങ്ങളുമായിരുന്നു ഇന്ന് നിഫ്റ്റിയിൽ വന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ വന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഇതൊരു അക്യൂമുലേഷനാണ്. അക്യൂമുലേഷൻ വന്നിട്ട് മാർക്കറ്റ് ഏത് സൈഡിലോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കണം. അപ്സൈഡിലോട്ടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരു ലെവൽ 24,500 ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാനൊരു അഗ്രസീവായിട്ട് ഒരു എൻട്രിയിലോട്ടൊക്കെ ഞാൻ പോകത്തുള്ളൂ. അല്ല സ്റ്റിൽ എൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ബിയറിഷ് ട്രെൻഡ് തന്നെയാണ്. പിന്നെ കറൻ്റ്ലി നമുക്ക് വന്നേക്കുന്ന ലോ ഏതാണ്, മാർക്കറ്റിൽ വന്നേക്കുന്ന ഒരു ലോ എന്ന് പറയുന്നത് അന്നത്തെ ആ ഒരു ഇലക്ഷൻ ടൈമിൽ വന്നേക്കുന്ന ആ ഒരു ലോ ആണ്. ആ ഒരു ലോ ആണ് മാർക്കറ്റിൽ വന്നേക്കുന്നത്. എത്രയാണ് 21,281. അപ്പം ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പോസിബിലിറ്റി, അതായത് എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇത് ടെസ്റ്റ് ചെയ്യാൻ ഹൈ പ്രോബിലിറ്റിയാണ്. കാരണം അടുത്ത ഒരു സ്ട്രോങ് ബൈയിങ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. 21,281 എന്ന് പറഞ്ഞ ഒരു ലെവലാണ്. ഈ ഒരു ലെവലിൽ നിന്നായിരിക്കും മാർക്കറ്റ് അടുത്തത് റിവേഴ്സ് ആവാൻ ഹൈ പ്രോബിലിറ്റി. അല്ലാതെ ഈ ഒരു ലെവലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സൈഡ് വേസ് ഡൗൺ ട്രെൻഡ് തന്നെയാണ്. സെൽ ഓൺ ഡിപ്പ് തന്നെയായിരിക്കും നമുക്ക് മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ ഇനി കമ്മിങ് ഡേയ്സ് അല്ലെങ്കിൽ കമ്മിങ് വീക്കിലെ ഒരു മാർക്കറ്റിൻ്റെ ഒരു അനാലിസിസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം എൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ ബൈയിങ്ങും കാര്യങ്ങളും തന്നെയാണ് നടക്കുന്നത്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതൊരു 1 hour ടൈം ഫ്രെയിമിലെ ക്യാൻഡിലാണ്. 1 hourൽ നോക്കുമ്പോൾ എന്താണ് എല്ലാം ഇൻസൈഡ് ബാറാണ് വന്നേക്കുന്നത്. ഈ ഇൻസൈഡ് ബാർ ഒന്നെങ്കിൽ ഹൈ അല്ലെങ്കിൽ ലോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് മൊമെൻറ്റം ഏത് സൈഡിലോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഈ ഒരു ലെവലിൽ എന്താണ് ഓപ്ഷൻ സെല്ലേഴ്സിന് കുറച്ച് നല്ലതായിരിക്കും. കാരണം ഏത് ഡയറക്ഷനിലോട്ടാണ് മാർക്കറ്റിൽ പോകാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ അത് ആ ഒരു ലെവലിൽ, അതായത് ഡയറക്ഷണൽ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽ വെച്ചിട്ട് ട്രേഡ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഈസി ആയിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു 2 to 3 months എവേ ഫ്രം ഔട്ട് ഓഫ് ദ മണിയിൽ ഒരു അയൺ കോണ്ടൂറോ അല്ലെങ്കിൽ ഒരു സ്ട്രാങ്കിളോ അടിച്ച് ഈ ഒരു റേഞ്ച് എന്താണ് നമുക്ക് ട്രേഡ് എടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു ട്രേഡ് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക്
നിഫ്റ്റിയിൽ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ബാർ ബ്രേക്ക് ഔട്ടിന് വേണ്ടിയാണ് ഞാൻ ഇനി മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യുന്നത് നിഫ്റ്റിയിൽ. ഓക്കെ, സെയിം എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ നോക്കിക്കഴിഞ്ഞാലും എന്താണ് ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാലും ഞാൻ ഈ ഒരു ലെവൽ, ഓക്കെ, ഈ ഒരു സ്ട്രോങ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ, അതായത് ഇതൊരു ഇൻസൈഡ് ക്യാൻഡിൽസ് ആണ്. ഇപ്പോൾ എത്ര ദിവസത്തെയാണ് അതിപ്പോൾ 1 hour ക്യാൻഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 16 ക്യാൻഡിൽസ് എന്താണ് ഈ ഒരു ക്യാൻഡിൽ, അതായത് വെനസ്ഡേ November 13 2:15 ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു 1 hour ക്യാൻഡിലിൻ്റെ ഇൻസൈഡ് തന്നെയാണ് എല്ലാ ക്യാൻഡിലും വന്ന് ഫോം ആയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയോ ലോയോ ഏതെങ്കിലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് നമുക്ക് ഏത് സൈഡിലോട്ടാണ് മൊമെൻറ്റവും കാര്യങ്ങളും ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മാർക്കറ്റിൽ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 49,500 ആ ഒരു ലെവലിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റിവേഴ്സൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വരാൻ പോകുന്ന ഒരു നല്ലൊരു കറക്ഷൻ ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ വരാൻ പോകുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ വരാൻ പോകുന്ന ഒരു കറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരിക്കും. 46,000 എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിരിക്കും മാർക്കറ്റിൽ ഇനിയും കളക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താണ് ബാങ്ക് നിഫ്റ്റിയിലും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇനിയും ഫ്രം ഹൈ ടു ഇപ്പോഴത്തെ ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് എത്ര കറക്ഷൻ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് 8% ഏതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി കറക്റ്റ് ചെയ്തിട്ടുള്ളൂ. 8%. ഓക്കെ, 8% എന്ന് പറയുന്നത് എത്രയാണ് 4,562 പോയിൻറ്റ്സ് ബാങ്ക് നിഫ്റ്റി ഇതുവരെയായിട്ടും കറക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. ഓക്കെ, പിന്നെന്താണ് നമുക്ക് ഈ ഒരു ടൈമിൽ ചെറിയൊരു കറക്ഷൻ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഹൈയിൽ നിന്ന് എത്രയാണ് ലോയിലോട്ട് വന്നേക്കുന്നത്. ഓക്കെ, ഇതും എത്രയാണ് ഒരു 8% ഉള്ളൂ. ഓക്കെ, ഈ ഒരു ടൈമിൽ ബാങ്ക് നിഫ്റ്റിയുടെ 1% എന്ന് പറഞ്ഞാൽ 450 പോയിൻറ്റ്സ് ആണ്. ഇപ്പോൾ ഈ ഒരു ലെവലിൽ 500 പോയിൻറ്റ്സ് വരും. ഓക്കെ, ഈ ഒരു പോയിന്റിൽ എത്രയാണ് 8 പോയിൻറ്റ്സ് ഒക്കെ 8% വന്നിട്ടുള്ളൂ മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞു ഒരു അപ് ട്രെൻഡ് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ഒരു കറക്ഷൻ, ചെറിയൊരു കറക്ഷൻ എന്ന് പറയുന്നത് അത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ലെവൽ നോക്കി കഴിഞ്ഞാൽ എത്രയാണ് 12% ആണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് 12% കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്താണ് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അപ്പ് സൈഡിലോട്ട് മാർക്കറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ എത്രയാണ് 2022 നമുക്ക് എന്താണ് ഒരു നീണ്ടു നിന്ന ഒരു കറക്ഷനായിരുന്നു. ഓക്കെ, 2021 ടു എത്രയാണ് 2022 ജൂലൈ വരെ. ഓക്കെ, അത്രയും ടൈമിൽ നമുക്ക് എത്രയാണ് മാർക്കറ്റ് കറക്ഷൻ വന്നേക്കുന്നത്. ഓക്കെ, കറക്ഷൻ വന്നേക്കുന്നത് എത്രയാണ് നിയർലി 23% ആണ് കറക്ഷൻ വന്നേക്കുന്നത് 2022. ഇത് ആക്ച്വലി എന്താണ് കൊറോണ ടൈമിലെ കറക്ഷൻ അല്ല ആക്ച്വലി. ഓക്കെ, കൊറോണ ടൈമിലെ കറക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്, അത് നല്ലൊരു ഹ്യൂജ് കറക്ഷനാണ് വന്നേക്കുന്നത്. ഓക്കെ, ഹ്യൂജ് കറക്ഷനാണ് മാർക്കറ്റിൽ കൊറോണ ടൈമിൽ വന്നേക്കുന്നത്. ഓക്കെ, നിയർലി 50% ആണ് ബാങ്ക് നിഫ്റ്റി ഫില്ല് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം മാർക്കറ്റിൽ എന്താണ് അത് ഓരോ റീസൺ വന്നിട്ടാണ് മാർക്കറ്റിൽ അത്രയും കറക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിപ്പം 8% എന്ന് പറയുന്നത് നോർമൽ ഒരു ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ എല്ലാം ഇൻഡെക്സും കറക്റ്റ് ചെയ്യുന്ന പോലെ കറക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് നാളത്തേക്കുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും ഈ ഒരു 1 hour ടൈം ഫ്രെയിമിൽ ഈ ഒരു ക്യാൻഡിലിന് ഹൈ അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഇതായിരിക്കും ഞാൻ നോക്കുന്നത്. ഓക്കെ, സെയിം നിഫ്റ്റിയുടെ ആണെന്നുണ്ടെങ്കിലും സെയിം ഇതുപോലെ തന്നെ ആയിരിക്കും ഞാൻ നോക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ആക്ച്വലി ബാങ്ക് നിഫ്റ്റി മാത്രമേ ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫിൻ നിഫ്റ്റിയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഫിൻ നിഫ്റ്റിയും നമുക്ക് സെയിം ഫിൻ നിഫ്റ്റി എന്താണ് നമുക്ക് വന്നേക്കുന്നത്. ഫിൻ നിഫ്റ്റി നമുക്ക് ഇതുപോലെ തന്നെ സെയിം ഓക്കെ ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ ഈ ഒരു ക്യാൻഡലിന് ഹൈ അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കിനാണ് എങ്ങോട്ടാണ് നമുക്ക് നെക്സ്റ്റ് മൊമെൻറ്റോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം കമ്മിങ് ഡേയ്സിൽ മാർക്കറ്റിലൊരു പുട്ട് എൻട്രി അത്ര അഗ്രസീവായിട്ട് എടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ കാരണം മാർക്കറ്റിലൊരു ഒരു സ്ട്രെങ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് മാർക്കറ്റിൽ ഈ ഒരു ഡൗൺഫോളും കാര്യങ്ങളും എല്ലാം ഈസി ആയിട്ട് തന്നെ ഇത്രയും മാർക്കറ്റ് സാധാരണ എല്ലാവരും കറക്ഷൻ പറയുന്നത് മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകുന്നത് സ്റ്റേഴ്സ് ത്രൂ ആണെങ്കിലും എന്താണ് ഫോൾ വരുമ്പോഴത്തേക്കിന് ലിഫ്റ്റ് ത്രൂ ആണ് മാർക്കറ്റ് ഫോൾ വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും മാർക്കറ്റിൽ ഇനി ഒരു അപ്സൈഡിലാണോ ഡൗൺ ട്രെൻഡ് ആണോ എന്ന് നമുക്ക് എന്തായാലും വരുന്ന വീക്ക് വരെ വാച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു മാസം എന്തായാലും എന്താണ് ഒരു കൺസോൾട്ടേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
ഓക്കെ, ഒരു കൺസോളേഷനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഞാനപ്പം അടുത്ത ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനലും കാര്യങ്ങളും എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.